ഭഗവതി, അമ്മയെക്കുറിച്ച് വാക്കുകളാൽ പറഞ്ഞു തീർക്കാനാവില്ല. അതൊരനുഭവമാണ്. ഓരോ വ്യക്തിയും ഉള്ളാൽ തൊട്ടറിയേണ്ട ഒന്ന്. പ്രഹസനത്തിനോ പ്രകടനത്തിനോ അവളിൽ സ്ഥാനമില്ല. കാളി എന്ന കടലിൻ്റെ ആഴം ഒരു ജന്മത്താൽ തൊട്ടറിയാൻ കഴിയുന്ന ഒന്നല്ല. എത്ര ജന്മമെടുത്താലും അവളുടെ ആജ്ഞയില്ലാതെ അങ്ങോട്ടടുക്കുവാനുമാകില്ല. കഷ്ടതകളുണ്ടാകും, കാണാക്കയങ്ങൾ കയറുവാനും ഉണ്ടാകും. എങ്കിലും കാത്തിരിപ്പാണ് കാളി ഞാൻ, നിന്നിലേക്കുള്ള ദൂരം കുറയുന്നതും കാത്ത്. ഓം ജയന്തി മംഗലാ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാ ധാത്രി സ്വാഹാ സ്വധാ നമോസ്തുതേ. ഓം ജയന്തി മംഗലാ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാ ധാത്രി സ്വാഹാ സ്വധിമശുദ്ധ നിറയും അഴക് ചിരി എഴുതിയൊരധരമഴക് അരയിലാലില വിരിയും അഴക് കരിയെഴുതിയൊരുടല്. അഞ്ജനക്കല്ലില് കൊത്തിയ സുന്ദരി അമ്മയല്ലേ, കരിങ്കാളിയല്ലേ, ചേലൊത്ത മാറത്തണിയുന്ന മഞ്ഞളിൽ അമ്മേ നിനക്കെന്തഴകാണ്. അഞ്ജനക്കല്ലില് കൊത്തിയ സുന്ദരി അമ്മയല്ലേ, ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. 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 ആനയുടെ കരുത്തും പോർക്കളത്തിൽ പൊഴിയുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും തന്നെ പോലെ 1000 അസുരന്മാർ ജനിച്ചു വരണം. ബ്രഹ്മമന്ത്രങ്ങളെല്ലാം തനിക്ക് സ്വായത്തമാകണം. എന്നാൽ ഒരു സ്ത്രീക്ക് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ. ബ്രഹ്മദേവനിൽ നിന്നും നേടിയ ഈ അപൂർവ വരത്താൽ അഹങ്കാരികളായി മൂലോകങ്ങളെയും കീഴടക്കി സജ്ജനങ്ങളെ ദ്രോഹിച്ച ദാരികനെ നശിപ്പിക്കാൻ പരബ്രഹ്മത്തിന്റെ ആധാരമായ ആദിഭഗവാന്റെ തൃക്കണ്ണിലെ കോപാഗ്നിയിൽ നിന്നും ഉരുവമെടുത്ത സംഹാരരുദ്ര, ആദിപരാശക്തിയുടെ ചൈതന്യമായ ശ്രീ മഹാഭദ്രകാളി, ഇരുളിൽ മായായുദ്ധം ചെയ്യുവാനുള്ള കഴിവിൽ വിശ്വസിച്ച് പാതാളത്തിലേക്ക് ഓടിയൊളിച്ച ദാരിക ദാനവേന്ദ്രന്മാരെ പുറത്തിറക്കാൻ തന്റെ സമൃദ്ധമായ മുടിയഴിച്ചിട്ട് സൂര്യനെ മറച്ച് രാത്രിയാക്കി അസുരന്മാരെ പുറത്തിറക്കി വധിച്ചിട്ടും കലിയടങ്ങാതെ പോർക്കലിയിൽ ലോകത്തെ വിറപ്പിച്ച രുദ്രശക്തി.